പാലക്കാട് മങ്കരയിൽ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന CPI പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPIയെ തോൽപ്പിക്കാൻ CPIM ശ്രമിച്ചുവെന്നാരോപിച്ചാണ് നടപടി. LDF സ്ഥാനാർത്ഥിക്കായി CPI ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KA ജയപ്രകാശ് 24 പറഞ്ഞു. LDFിൻ്റെ എല്ലാ വർക്കുകളും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കൺവെൻഷനുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. CPI എല്ലാ കാര്യത്തിലും പങ്കെടുത്തു. ഈ മങ്കര പഞ്ചായത്തിൽ മാത്രം നമ്മളെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം പാർട്ടിക്കെതിരെ LDF സ്ഥാനം തന്ന് CPIനെ ഒരു ഒറ്റപ്പെടുത്തുന്ന ഇതാണല്ലോ ചെയ്യുന്നത്. അത് സ്വീകാര്യം അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി വന്നു. LDFിനെ വിജയിപ്പിക്കാൻ തന്നെയാണ് ഇവിടെ തീരുമാനം. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. പാലക്കാട് വിജയരാഘവൻ്റെ വിജയത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള പരിപാടികൾ പാർട്ടി ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ടുള്ള മങ്കരയിൽ ഇത്തരത്തിൽ LDF കൺവെൻഷനിൽ നിന്ന് CPI വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് സംഭവിക്കുന്നത് കഴിഞ്ഞൊരു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലാണ്. CPIയുടെ സ്ഥാനാർത്ഥിയാണ് LDF നിർത്തിയിരുന്നത്. എന്നാൽ CPI മനഃപൂർവ്വം മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുകയും CPI സ്ഥാനാർത്ഥിയെ, അതായത് LDF നിർത്തിയ CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു വിമർശനവും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ നടന്ന LDF കൺവെൻഷനിൽ നിന്ന് CPI വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. CPI ഒറ്റയ്ക്ക് LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നാണ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളൊക്കെ പറയുന്നത്. മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും പറയുന്നത് ആ തരത്തിൽ തന്നെയാണ്. വരുന്ന 24-ന് CPI സ്വതന്ത്രമായൊരു കൺവെൻഷൻ സംഘടിപ്പിക്കുകയും ആ കൺവെൻഷൻ വിജയിപ്പിക്കുകയും അതിൽ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഇത് പാർട്ടി ജില്ലാ നേതൃത്വത്തെ അടക്കം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ പക്ഷേ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പ്രാദേശികമായി തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് അവർ അറിയിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ നമുക്കറിയാം LDFിലെ എല്ലാ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക. എന്തെങ്കിലും പ്രാദേശിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാറുണ്ട്. എന്തായാലും ഇത്തവണ പാലക്കാട് പക്ഷേ ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഒരു പക്ഷേ നേതൃത്വം തന്നെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് ചേർന്നത്.